അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കാറിൻ്റെ വേറൊരു സംഭവത്തിനെ കുറിച്ച് പറയാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ട്രാവലിൽ നമുക്ക് കുറച്ചൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. അതായത് ഒരു ബോൾ പോലത്തെ ഒരു സാധനമാണ്. ഈ സ്റ്റിയറിംഗ് വീലിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട്, സ്റ്റിയറിംഗ് വീൽ ഗൈഡ് പോലെ സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്ഥലത്ത് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. നമുക്ക് തിരിക്കേണ്ട സമയത്ത്, വണ്ടി തിരിക്കേണ്ട സമയത്ത് നമുക്ക് അതിൽ പിടിച്ച് തിരിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റിയറിംഗ് ഗൈഡ് ആദ്യം താഴെയാണ് ഫിറ്റ് ചെയ്ത് വെച്ചിരുന്നത്. എനിക്കത് കംഫർട്ടബിൾ ഇല്ല, ശരി ഊരിക്കളയാമെന്ന് വിചാരിച്ചപ്പോഴാണ് വേറൊരു സ്ഥലത്തൊന്ന് ഷിഫ്റ്റ് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചത്. ഇവിടെ വെച്ചപ്പോഴേക്കും കുഴപ്പമില്ല, തട്ടും, പക്ഷെ വല്ലപ്പോഴൊക്കെ തട്ടും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അതായത് നമുക്ക് തിരിക്കേണ്ട സമയത്ത് തിരിക്കാം, അതല്ല എന്നുള്ള സമയത്ത് അതവിടെ അങ്ങ് ഇരുന്നോളൂ, വേറെ ഒരു കുഴപ്പമില്ല, ആരെയും വലുതായിട്ട് ശല്യപ്പെടുത്തില്ല. ചില സമയം നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും ഇരിക്കുക, പക്ഷെ നേരത്തെ ഇരുന്ന അത്ര ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം എനിക്ക് ഓക്കേഷ് പ്രോഡക്റ്റായിട്ടാണ് തോന്നിയത്. ഈ ചില സിറ്റുവേഷനിൽ നമുക്ക് ഒരു കൈ വെച്ചിട്ട് വണ്ടി തിരിക്കേണ്ടി വരും. അതായത് ഇപ്പം നമ്മളെ കയ്യിൽ വേറെ എന്തെങ്കിലും സാധനം ഇരിക്കുന്നു, അങ്ങനെ ഒന്നും വയ്ക്കാൻ പാടില്ല. അങ്ങനെ ബൈ ചാൻസ് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മറ്റേ കയ്യിൽ ആ സാധനം ഇരിക്കുമ്പോഴേക്കും ഈ കൈ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രോഡക്റ്റ്. ഞാൻ റെക്കമെൻഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ യൂസ് ചെയ്യുക. ഇതിൻ്റെ റേറ്റ് ഒരു 500-600 അങ്ങനത്തെ റേറ്റ് വരത്തുള്ളൂ. ആമസോൺ അഫിലിയേറ്റ് ചെറുതായിട്ടൊന്ന് തുടങ്ങിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, അതിൻ്റെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നോക്കാം, ഇഷ്ടപ്പെട്ട നല്ലത്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നല്ലതില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നി. അപ്പോൾ ഓക്കെ, എന്നാൽ വേറെ വീഡിയോയിൽ പിന്നെ ഒരിക്കൽ കാണാം.